കൃഷ്ണ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നാണെങ്കിൽ ഒരു ബ്ലൗസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ്. അപ്പോൾ ആദ്യം ഇത് ബ്ലൗസ് തയ്ക്കുന്നതിൻ്റെ മെഷർമെൻറ്റ് ആദ്യം നമുക്കൊന്ന് കാണാം. എന്നിട്ട് ഓരോ സ്റ്റെപ്പായിട്ട് പറയാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുന്നത്. ആദ്യം നമ്മളെടുക്കുന്ന മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലൗസിന് എത്ര ലെങ്ത് വേണം, അതാണ് നമ്മൾ ആദ്യം എടുക്കുന്ന മെഷർമെൻറ്റ്. അപ്പോൾ നമ്മുടെ ലെങ്ത് ഒന്ന് എടുത്ത് നോക്കാമേ. അത് ലെങ്ത് എടുക്കുന്നത് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ ബാക്കിലെ ലെങ്ത്, ബാക്കിലാണ് ലെങ്ത് എടുക്കുന്നത്. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമുക്ക് എത്ര താഴോട്ട് ലെങ്ത് വേണം, അതാണ് നമ്മുടെ ലെങ്ത് എടുക്കുന്നത്. നമ്മുടെ ലെങ്ത് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ് നമ്മുടെ ലെങ്ത്. അടുത്ത നമ്മൾ എടുക്കുന്നത് ഷോൾഡറാണ്. അപ്പം ഷോൾഡറിൻ്റെ ഈ ഭാഗം തൊട്ട് അടുത്ത ഷോൾഡർ വരെയുള്ള അളവെടുക്കണം. അപ്പം നമുക്ക് ഷോൾഡർ കിട്ടിയേക്കുന്നത് 13.5 ഇനി എന്നിട്ട് നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് നമ്മളിപ്പോൾ എടുക്കണ്ട, അത് നമ്മൾ അല്ലാതെ നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ ബാക്കിൻ്റെ നെക്കിൻ്റെ ലെങ്ത്, നമ്മുടെ ബാക്കിലെ നെക്കിൻ്റെ എത്രമാത്രം നമുക്ക് ഇറക്കം വേണോ അതാദ്യം നമ്മൾ എടുക്കണേ. അപ്പോൾ നമ്മുടെ ബാക്കിൻ്റെ നെക്കിൻ്റെ ലെങ്ത് 9 ഇഞ്ചാണ്. ഷോൾഡറിൽ നിന്ന് താപ്പോട്ട് എത്ര ഇഞ്ചാണ് നമുക്ക് താഴോട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഒരാളെ വിളിച്ച് നോക്കിയിട്ട് നമ്മൾ എടുത്താൽ മതി. ഇനി നമ്മുടെ ആം ഹോളിൻ്റെ റൗണ്ട് എന്ന് പറയുമ്പോൾ ഇതിന് ചുറ്റുമുള്ള റൗണ്ട് എടുക്കണം. നമ്മുടെ കഷക്കുഴിയുടെ ആ ചുറ്റിനുമുള്ള റൗണ്ട് എടുക്കണം. അത് നമ്മൾ കറക്റ്റായിട്ട് എടുക്കണേ. ആദ്യം നമ്മൾ കൈ ഇച്ചിരി പൊക്കി പിടിച്ചിട്ട് റൗണ്ട് എടുക്കുക, എന്നിട്ട് താത്തിടണം. അപ്പോൾ ഇവിടുത്തെ ആം ഹോളിൻ്റെ റൗണ്ട് കിട്ടിയിരിക്കുന്നത് 17.5. നമ്മുടെ ബാക്കിലത്തെ മെഷർമെൻറ്റ് നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ പ്ലെയിൻ ആയതുകൊണ്ട് എന്നുവെച്ചാൽ ബാക്കിലില്ല, ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ടിലത്തെ മെഷർമെൻറ്റൊക്കെ ഞാൻ ഈ ബൊമ്മയിൽ നിന്ന് കാണിക്കാം, അതായിരിക്കും ഇച്ചിരി എളുപ്പം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലത്തെ മെഷർമെൻറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം നെക്കിൻ്റെ ലെങ്ത്, നമ്മുടെ നെക്കിൻ്റെ ഈ ഭാഗത്ത് നെക്കിൻ്റെ ലെങ്ത്, ഫ്രണ്ടിൻ്റെ ലെങ്ത് എത്ര വേണം, ഷോൾഡറിൻ്റെ അവിടെ ടേപ്പ് വെച്ചിട്ട് നമ്മുടെ എത്രയാണോ നെക്കിൻ്റെ ലെങ്ത്. ഇപ്പം ഈ ബൊമ്മയിൽ 5 ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത് എന്ന് വെച്ചാൽ അതെടുക്കണം. അപ്പം 6 ഇഞ്ചാണെങ്കിൽ 6 ഇഞ്ച് എടുക്കണം. അങ്ങനെ നെക്കിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം. ഇനി നമുക്കുള്ളത് ഫ്രണ്ടിൻ്റെ ഷോൾഡർ മുതൽ നമ്മുടെ ഈ നിബിളിൻ്റെ പോയിൻ്റ് വരെയുള്ള അളവെടുക്കണം, ലെങ്ത് എടുക്കണം. ഇത് ഈ ബൊമ്മയുടെ കറക്റ്റ് 8.5 ഇഞ്ചാണ്. ഇതിന് 8.5 ഇഞ്ചാണ് ആ പോയിൻ്റ്. എന്നിട്ട് ആ പോയിൻറ്റിൻ്റെ അളവിൽ നമ്മുടെ ടക്കിൻ്റെ അളവിലുള്ള ഒരു ലെങ്തും കൂടെ ഉണ്ട്, അതും എടുക്കണം. അത് 3 ഇഞ്ചാണ്. അങ്ങനെ നമ്മുടെ ഈ 2 അളവ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് വേണ്ട ചെസ്റ്റിൻ്റെ വിഡ്ത്ത് തന്നെയാണോ എല്ലാവരും പറയുന്നത് എനിക്കറിയില്ല. ഈ നിബിൾ മുതൽ അടുത്ത നിബിൾ വരെയുള്ള വിഡ്ത്ത് എടുക്കണം. അത് ചെസ്റ്റ് വിഡ്ത്ത് ഓരോരുത്തരും ഓരോ രീതിയിലാണ്. അപ്പോൾ നമ്മൾ ഈ നിബിൾ മുതൽ ഈ നിബിൾ വരെയുള്ള വിഡ്ത്ത് എടുക്കണം. വിഡ്ത്ത് ഇതിൻ്റേത് ഈ ബൊമ്മയുടേത് വരുന്നത് 6.5 ഇഞ്ചാണ്. അപ്പം നമ്മൾ 3.25 ഇഞ്ച് സെൻറ്റർ വരും, 3.25 ഇഞ്ച് വെട്ടണം. ഇനി നമുക്ക് സ്ലീവ് ആക്കാനുള്ളത്. ഇനി സ്ലീവിൻ്റെ ലെങ്ത്, ഇവിടെ സ്ലീവിൻ്റെ ലെങ്ത് ഇങ്ങനെ എടുത്ത് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത് ഇങ്ങനെ എടുക്കണം. നമ്മുടെ ഇതേപോലെ തന്നെ നമ്മുടെ കൈയുടെ അളവെടുക്കണം. എന്നിട്ട് സ്ലീവിൻ്റെ ലെങ്ത് എടുത്തു. എന്നിട്ട് താഴ്ഭാഗത്തെ റൗണ്ട് എടുക്കണം. താഴ്ഭാഗത്ത് എത്രയാണോ നമ്മുടെ ലെങ്ത് എടുത്തതിൻ്റെ അവിടുത്തെ റൗണ്ട് എടുക്കണം. അതെത്രയാണോ ടേപ്പ് ചുറ്റിയിട്ട് കറക്റ്റ് അളവെടുക്കണം. പിന്നെ എന്നിട്ട് ഒരളവും കൂടെ സ്ലീവിലുണ്ട്. ഈ ഭാഗത്തെ മുകളിലുള്ള റൗണ്ട് കൂടെ എടുക്കണം. ആംഹോൾ റൗണ്ട് അല്ല, നമ്മുടെ ഈ സ്റ്റിച്ച് വരുന്ന ഈ ഭാഗത്ത് നമ്മുടെ ചെസ്റ്റും സ്ലീവും കൂടെ വരുമ്പോൾ ഇവിടെ ഒരു സ്റ്റിച്ച് വരുമല്ലോ, ആ റൗണ്ട് കൂടെ നമുക്കൊന്ന് എടുത്ത് വെക്കണം. നമ്മുടെ മസിൽ റൗണ്ട് കൂടെ തന്നെ എടുക്കണം. ഇവിടെ 12 ഇഞ്ചാണ് ഈ ബൊമ്മയുടെ മസിൽ റൗണ്ട്. അപ്പം ഏകദേശം പിന്നെ വേസ്റ്റിൻ്റെ വണ്ണം എടുക്കുന്നത് വേസ്റ്റ് ഇങ്ങനെ പിടിക്കുക,
വേസ്റ്റ് പിടിച്ചിട്ട് നമ്മുടെ കറക്റ്റ് വേസ്റ്റിൻ്റെ വണ്ണം എടുക്കണം. ഫിംഗർ പ്രിൻ്റ് ഒന്നും അകത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കറക്റ്റ് വേസ്റ്റിൻ്റെ വണ്ണം എടുക്കണം. ഇതാകുമ്പോൾ 22. അതേപോലെ ബ്രസ്റ്റിൻ്റെ വണ്ണം എടുക്കണേ. ബ്രസ്റ്റിൻ്റെ വണ്ണവും കറക്റ്റ് എടുക്കണം. ബ്രസ്റ്റിൻ്റെ വണ്ണം കറക്റ്റ് എടുക്കണം. ഇതിപ്പം 29.5 ഉണ്ട്. അതേപോലെ ചെസ്റ്റും എടുക്കണം. ചെസ്റ്റിൻ്റെ വണ്ണവും കറക്റ്റ് എടുക്കണം. നമ്മൾ കശപ്പൊടിയുടെ അവിടെ നിന്ന് ഇങ്ങനെ ടേപ്പ് ഇട്ടിട്ട് കറക്റ്റ് ചെസ്റ്റിൻ്റെ വണ്ണം എടുക്കണം. 28.5. അങ്ങനെ ഈ 3 അളവും വേണം. ചെസ്റ്റ് വേണം, ബ്രസ്റ്റ് വേണം, വേസ്റ്റ് വേണം. എല്ലാവർക്കും ഒന്നും ചെസ്റ്റും ബ്രസ്റ്റും ഒരേ വണ്ണമായിരിക്കില്ല. ചിലർക്ക് വണ്ണം കൂടുതൽ കാണും, ചിലർക്ക് വണ്ണം ഒരേ ഇതായിരിക്കും. അപ്പം നമ്മൾ ഫുള്ള് അളവ് പോലെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ അളവ് വെച്ചിട്ട് ഞാൻ എൻ്റെ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേ സെയിം അളവ്. എന്നിട്ട് നമുക്കിതെങ്ങനെ തുണിയിലോട്ട് അടയാളപ്പെടുത്താമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്കിനി ഇത് തുണിയിലൊന്ന് കട്ട് ചെയ്യാം. അപ്പം ഞാനിത് തുണിയൊന്ന് നിവർത്തി ചെയ്തേക്കാണ്. എന്നിട്ട് ഇത് 2ആയിട്ട് മടക്കുക. നമ്മുടെ ബാക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. ആദ്യം നമ്മൾ ഇവിടെ ഒരു 1/4 ഇഞ്ചിലാണോ 1/2 ഇഞ്ചിലാണോ അടിച്ച് നമ്മുടെ തയ്യൽ തുമ്പിടുന്നതെന്ന് ആദ്യം നോക്കണം. ഞാനിപ്പോൾ ഇവിടെ 1/4 ഇഞ്ചിലാണ് ഇടുന്നത്. ഞാൻ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുവാണ്. എന്നിട്ട് അതൊന്ന് മാർക്ക് ചെയ്യണം. ചിലർ 1/2 ഇഞ്ച് വിടും, അത് ഇടുന്നതനുസരിച്ച്. എന്നിട്ട് അവിടുന്ന് 14 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്യുക. 2 സൈഡിലും 14 ഇഞ്ച്. അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടാനാണ് 14 ഇഞ്ച് മാർക്ക് ചെയ്യുക. ലെങ്തായി. ഇനി മുകളിലത്തെ നമ്മുടെ തയ്യൽ തുമ്പ് അത് ഞാനൊരു 1/4 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക. 1/4 ഇഞ്ച് വച്ചു. നമ്മുടെ ബാക്കിൻ്റെ നെക്കിൻ്റെ ലെങ്ത്, ബാക്കിലോട്ടുള്ള നമ്മുടെ നെക്കിൻ്റെ ലെങ്ത് അനുസരിച്ചാണ് നമ്മൾ ഷോൾഡർ കണ്ടുപിടിക്കുന്നത്. നമ്മുടെ ബാക്കിൻ്റെ നെക്ക് ലെങ്ത് ഇപ്പം 4 ഇഞ്ചാണെന്നിരിക്കട്ടെ. 4 ഇഞ്ച്, 5 ഇഞ്ച്, 6 ഇഞ്ച്, 7 ഇഞ്ച്, 8 ഇഞ്ച്, 9 ഇഞ്ച്, 10 ഇഞ്ച്, അങ്ങനെ 10 ഇഞ്ച് കൂടാറില്ല, 10 ഇഞ്ച് വരെ വിട്ടെന്ന് വെച്ചു. ഈ 4 ഇഞ്ചിനും ആണെങ്കിൽ നമ്മുടെ ഫുൾ ഷോൾഡർ, ഇപ്പോൾ ഫുൾ ഷോൾഡർ 14 ഇഞ്ചാണെന്ന് തന്നെ ഇരിക്കട്ടെ. ഫുൾ ഷോൾഡർ 14 ഇഞ്ചാണെങ്കിൽ 4 ഇഞ്ചാണ് നമ്മുടെ ബാക്കിലെ നെക്കിൻ്റെ ഇറക്കമെങ്കിൽ അതിൽ നിന്ന് 1 ഇഞ്ച് നമ്മൾ മൈനസ് ചെയ്യണം. അപ്പോൾ 14 നിന്ന് 1 ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ 13 ഇഞ്ച് കിട്ടും. ആ 13 ഇഞ്ചിനെ 13 ഡിവൈഡഡ് ബൈ 2 നമ്മുടെ 2 ഭാഗമുണ്ടല്ലോ, 2ആയിട്ടില്ല നമ്മൾ തുണി മടങ്ങിയേക്കുന്നത്. അപ്പോൾ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 13നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6.5 കിട്ടി. അതായിരിക്കും നമ്മുടെ ഷോൾഡർ. 6.5 നമുക്ക് കിട്ടി. അതായിരിക്കും നമ്മുടെ ഷോൾഡർ. അങ്ങനെ ഓരോന്നും ചെയ്യണം. ഇപ്പം ബാക്കിൻ്റെ നെക്കിൻ്റെ ലെങ്ത് 5, 5 6 ആണെങ്കിൽ എത്ര മൈനസ് ചെയ്യണം? 1.5 ഇഞ്ച് മൈനസ് ചെയ്യണം. ഇപ്പം 5 ബാക്കിൻ്റെ നെക്കിൻ്റെ ലെങ്ത് 5 ആണെങ്കിലോ 6 ആണെങ്കിലോ നമ്മൾ ഫുള്ള് 14 ഇഞ്ച് ആ ഷോൾഡർ എങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുവാണേ, 14 ഇഞ്ച് ഷോൾഡർ ആണെങ്കിൽ അതിനകത്ത് നിന്ന് 1.5 ഇഞ്ച് കുറയ്ക്കണം. 14 നിന്ന് 1.5 ഇഞ്ച് കുറയ്ക്കുമ്പം 12.5 കിട്ടും. 12.5 കിട്ടും. ഈ 12.5 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 12.5 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6.25 കിട്ടും. അപ്പോൾ അതായിരിക്കും നമ്മുടെ ഷോൾഡർ. അങ്ങനെ എടുക്കണം. ഇത് ഇനിയും 7 നമ്മുടെ ബാക്കിൻ്റെ നെക്കിൻ്റെ ലെങ്ത് എങ്കിൽ നമ്മൾ 2 കൊണ്ട് മൈനസ് ചെയ്യണം. 2 കൊണ്ട് മൈനസ് ചെയ്യണം. ഇനി 8, 9, 10 ഇത്രയും ആണെങ്കിൽ നമ്മൾ എത്ര കൊണ്ട് മൈനസ് ചെയ്യണം? 3 കൊണ്ട് മൈനസ് ചെയ്യണം. 4 നമ്മുടെ നെക്കിൻ്റെ ബാക്കിലെ നെക്കിൻ്റെ ലെങ്ത് എങ്കിൽ 1 മൈനസ് ചെയ്യുക. 5, 6 ബാക്കിൻ്റെ നെക്കിൻ്റെ ലെങ്ത് എങ്കിൽ 1.5 ഇഞ്ച് മൈനസ് ചെയ്യുക. 7 2 ഇഞ്ച്, 8, 9, 10 ആണെങ്കിൽ 3 ഇഞ്ച്. ഇത്
ഇത് പറയുന്നത് നമ്മുടെ ബോഡിയിൽ നിന്ന് നമ്മൾ മെഷർമെൻ്റ് എടുത്തിട്ട് നോർമൽ ബ്ലൗസാണ് നമ്മൾ തയ്ക്കുന്നതെങ്കിലുള്ള കാര്യമാണ് പറയുന്നത്. എൻ്റെ ഇവിടുത്തെ ബാക്കിൻ്റെ നെക്കിൻ്റെ ലെങ്ത് 9 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന എൻ്റെ ഷോൾഡർ എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. എൻ്റെ 14 ഇഞ്ചാണ് ഷോൾഡർ എടുത്തേക്കുന്നത്. നമ്മുടെ ഷോൾഡർ എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ ഷോൾഡർ അളവെടുക്കുമല്ലോ, ആ അളവെടുക്കുമ്പം കിട്ടുന്നത് 14 ഇഞ്ചാണ്. അപ്പോൾ 14 ഇഞ്ച് ഷോൾഡർ വന്നാൽ ബാക്കിൻ്റെ നെക്കിൻ്റെ ലെങ്ത് 9 ഇഞ്ചുമാണ്. ആ 9 ഇഞ്ച് വന്നാൽ എത്ര ഇഞ്ച് കുറയ്ക്കണം? 3 ഇഞ്ച് കുറയ്ക്കണം. 14 നിന്ന് 3 പോയാൽ 11 കിട്ടി. ഈ 11നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 11നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 5.5 കിട്ടി. അപ്പോൾ എനിക്കെൻ്റെ ഷോൾഡർ കിട്ടി, 5.5 കിട്ടി. അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്യണേ. അങ്ങനെ നമ്മുടെ ഷോൾഡർ 5.5 കിട്ടി. 5.5 ഞാൻ മാർക്ക് ചെയ്യണം. ഈ ഷോൾഡർ എല്ലാവർക്കും, ചിലർ ഷോൾഡർ തന്നെ താഴോട്ട് ആം ഹോൾ എടുക്കും. എല്ലാവർക്കും ഒന്നും ഷോൾഡർ ആയിരിക്കുകയില്ല ആം ഹോൾ. ഇപ്പം ഞാൻ 5.5 ഇഞ്ച് ഞാൻ താഴോട്ട് ആം ഹോളിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യുവാണ്. 5.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇവിടെയും 5.5 ഇഞ്ച് തയ്യൽ തുമ്പിൽ മാറ്റിയിട്ടാണ് 5.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. ആ 5.5 ഇഞ്ച് ലൈനായിട്ടങ്ങ് വരച്ചിട്ട് ഈ വരച്ച ലൈനിൻ്റെ ഹാഫ് എടുക്കണം, 2.25. ഇനി എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് മാർക്ക് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒന്നാമത് ഇത് നോർമൽ ബ്ലൗസാണ് തയ്ക്കുന്നത്. ബോഡിയിൽ നിന്ന് നമ്മൾ മെഷർമെൻറ്റ് എടുത്തേക്കുന്നത്, ബ്ലൗസിൽ നിന്നല്ല. അപ്പോൾ എൻ്റെ ബോഡി മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 37 ഇഞ്ചാണ് ചെസ്റ്റ്. ആ ചെസ്റ്റിന് ഇപ്പോൾ ഏത് ചെസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞാലും ആ ബോഡി മെഷർമെൻ്റ് എടുത്ത് കിട്ടിയ ആ ചെസ്റ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എനിക്കിവിടെ കിട്ടിയ 37നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9.25. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും കൂടെ കൂട്ടണം. അങ്ങനെ എത്ര കിട്ടും? 9.25 കിട്ടും. 9.25 കിട്ടി. എന്നിട്ട് 1.5 ഇഞ്ച് നമ്മുടെ തയ്യൽ തുമ്പ് നമ്മളങ്ങനെ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തിട്ട് ഇനി നമ്മൾ നമ്മുടെ ആം ഹോളിൻ്റെ കർവ് എടുക്കുക. എന്നിട്ട് ഈ ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് കണ്ടോ, 1/2 ഇഞ്ച് ഡിസ്റ്റൻസിൽ വെക്കുക. എന്നിട്ട് നമ്മൾ ഈ സെൻറ്റർ മാർക്ക് ചെയ്തതിൻ്റെ അവിടെ കറക്റ്റ് വെക്കുക. കറക്റ്റ് വെച്ചിട്ട് താഴെ ഒന്ന് മുട്ടുന്ന രീതിയിൽ ഇരിക്കുക. ഇവിടെയും മുട്ടണം, ഈ സെൻറ്ററിൽ മുട്ടണം, ഈ ഭാഗത്ത് ഒരു 1/2 ഇഞ്ചിൻ്റെ ഡിസ്റ്റൻസും വേണം. എന്നിട്ട് നമുക്കിതൊന്ന് റൗണ്ടേ ഒന്ന് മാർക്ക് ചെയ്യും. മാർക്ക് ചെയ്തിട്ട് ഇനി നമ്മൾ നോക്കാനുള്ളത് നമ്മുടെ കറക്റ്റ് മെഷർമെൻറ്റ്, ആം ഹോളിൻ്റെ മെഷർമെൻറ്റ് നോക്കണം. 17 എൻ്റെ ആം ഹോളിൻ്റെ റൗണ്ട്. അപ്പോൾ ഇത് നോർമൽ ബ്ലൗസ് ആയതുകൊണ്ടും ബോഡി മെഷർമെൻറ്റ് എടുത്തതുകൊണ്ടും 17ൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടണം. അപ്പോൾ എത്ര കിട്ടി? 17.5. 17 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 17 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8.25 കിട്ടും. എന്നിട്ട് നമ്മളിത് നോക്കണം, നമുക്ക് 8.25 തന്നെയാണോ കിട്ടിയേക്കുന്നത്. ഒന്നെങ്കിൽ നമ്മൾ ഈ തയ്യൽ തുമ്പ മൊത്തത്തിലങ്ങ് നോക്കാം. ഒന്നെങ്കിൽ നമ്മൾ ഈ തയ്യൽ തുമ്പ അടക്കം നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. നമുക്കിത് ഇങ്ങനെ ടേപ്പ് ഇങ്ങനെ പിടിച്ച് കൊണ്ടുവരണം. ഇങ്ങനെ പിടിച്ചു കൊണ്ടുവന്നപ്പോൾ 9ൻ്റെ അപ്പുറത്ത് പോയി. എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയേക്കുന്ന 9.25 കിട്ടിയേക്കുന്നത്. പക്ഷെ നമുക്ക് 9.25 പോരാ, 8.25 മതി. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യണമെന്നറിയാമോ? ഇങ്ങനെയുള്ളപ്പം നമ്മൾ ഈ എടുത്തേക്കുന്ന 5.25 അങ്ങ് മാറ്റണം. ഇപ്പം 9.25 നമുക്ക് കിട്ടി, നമുക്ക് പിന്നെ 8.25 മതി. അപ്പം 1/2 ഇഞ്ച് നമ്മൾ കയറ്റി ഒന്നുകൂടെ മാർക്ക് ചെയ്യണം. 5.5 നിന്ന് 5 നമ്മൾ മാർക്ക് ചെയ്യണം. മനസ്സിലായോ? 5 നമ്മൾ മാർക്ക് ചെയ്യണം. 5 മാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യണം. 5 മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഹാഫ് എടുക്കുക. 5ൻ്റെ ഹാഫ് 2.5 മാർക്ക് ചെയ്തു. 2.5 അവിടുന്ന് ആം ഹോളിൻ്റെ കർവ് വെക്കുക. 1/2 ഇഞ്ച് ഡിസ്റ്റൻസിന് മേളിലും നമ്മുടെ ഹാഫിൻ്റെ അവിടെയും വെച്ചിട്ട്
വെച്ചിട്ട് കറക്റ്റ് വെക്കണേ. കറക്റ്റ് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യും. മാർക്ക് ചെയ്തിട്ട് ഇനിയൊന്ന് നമുക്ക് അളന്ന് നോക്കാം. ഇതല്ല, ഇതാണ്. ഒന്നെങ്കിൽ മൊത്തത്തിൽ അങ്ങ് അളക്കുക, തയ്യൽത്തുമ്പ് അടക്കും അങ്ങ് അളക്കുക. അളക്കുമ്പോൾ 4, 5, 6, 7 കറക്റ്റ് 8.25 തന്നെ കെട്ടിയിട്ടുണ്ട്. 8.25 തന്നെ കെട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കറക്റ്റ് അളവെന്ന് പറയുന്നത്. ഇപ്പം ഓരോരുത്തരൊക്കെ ചോദിക്കും, ചിലരെല്ലാവരും എടുക്കുന്നതാണ് 5.5 തന്നെ, പിന്നെ 5.5 തന്നെ ഷോൾഡർ എടുക്കുമ്പോൾ അത് തന്നെ ആം ഹോളിൻ്റെ ലെങ്ത് എടുക്കും. പക്ഷേ എനിക്ക് 5.5 തന്നെ ആം ഹോളിൻ്റെ ലെങ്ത് വേണ്ട. അതാണ് ഞാൻ ഇങ്ങനെ ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചത്. അപ്പോൾ ഈ മാർക്കിംഗ് അല്ല, ഈ മാർക്കിങ്. അപ്പോൾ നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്തു, തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ ബാക്കിൽ വേണ്ടത് വേസ്റ്റിൻ്റെ വണ്ണമാണ്. എൻ്റെ വേസ്റ്റ് 32ആണ്. നമ്മൾ വേസ്റ്റിൻ്റെ റൗണ്ട് എടുക്കുമ്പോൾ 32ആണ്. അപ്പം 32ൻ്റെ 4/1 എന്ന് പറയുന്നത് 8. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇനി എന്നിട്ട് നമുക്ക് ഈ മുകളിലത്തെ തയ്യൽ തുമ്പും താഴത്തെ തയ്യൽ തുമ്പും തമ്മിൽ നമുക്കൊന്ന് വരയ്ക്കാം. വരച്ചു. ഇനി എന്നിട്ട് നമുക്കുള്ളത് നെക്കിൻ്റെ ലെങ്തും നെക്കിൻ്റെ വിഡ്ത്തുമാണ്. നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് കാണുന്നതിനും ഒരിതുണ്ട്. നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് ഇപ്പം നമ്മുടെ ബ്രസ്റ്റിൻ്റെ അളവ് എടുക്കണമെന്ന് അതാണ് കറക്റ്റായിട്ട് പറയുന്നത്. ബ്ലൗസിന് ബ്രസ്റ്റിൻ്റെ അളവ് നമ്മൾ എടുക്കുമ്പോൾ 30 തൊട്ട് 34 വരെ കിട്ടുവാണെങ്കിൽ നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് നമുക്ക് 5 ഇഞ്ച് എടുക്കാം. ഒരു നോർമൽ ഒരാൾക്കാണെങ്കിൽ 5 ഇഞ്ച് എടുക്കാം. എന്നാൽ ഇച്ചിരൂടെ വൈഡ് വേണമെന്ന് പറയുവാണെങ്കിൽ 5.5 എടുക്കാം. എന്നാൽ തീരെ കുറവ് വേണം, 5 കുറച്ച് ചെറിയ വൈഡ് മതി എന്ന് പറഞ്ഞാൽ 5ന് പുറമോട്ടെടുക്കാം. 4.25 അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാം. ഇത് നോർമലാണെങ്കിലും കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും. ചിലർ പറയുമല്ലോ 5 ഇഞ്ച് തന്നെ എനിക്ക് വൈഡ്, 5 ഇഞ്ചാണ് നോർമൽ വരുമ്പോൾ, എന്നാൽ എനിക്ക് തീരെ കുറഞ്ഞ് നെക്കിൻ്റെ വിട്ട് മതിയെന്ന് ചിലർ പറയും. ചിലർക്ക് നെക്കിന് വിട്ട് കുറയ്ക്കണം, കൂട്ടണം, അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരിക്കും. കൂട്ടണമെന്നുള്ളവർക്ക് 5 ഇഞ്ചിന് മുകളിലോട്ട് കൂട്ടാം, കുറയ്ക്കണമെന്നുള്ളവർക്ക് 5 ഇഞ്ചിന് പുറമോട്ട് പോകാം. അതേപോലെ 35 തൊട്ട് 40 ഇഞ്ച് വരെ ബ്രസ്റ്റ് സൈസ് ഉള്ളവർക്ക് 6 ഇഞ്ച് കൂട്ടണമെന്നുള്ളവർക്ക് കൂട്ടാം, കുറയ്ക്കണമെന്നുള്ളവർക്ക് കുറയ്ക്കാം. അതേപോലെ 41 ഇഞ്ച് മുതൽ 44 ഇഞ്ച് വരെ ബ്രസ്റ്റ് സൈസ് ഉള്ളവർക്ക് 6.5 ഇഞ്ചായിരിക്കും നെക്കിൻ്റെ അകലമെന്ന് പറയുന്നത്. അതും കൂട്ടണമെന്നുള്ളവർക്ക് കൂട്ടാം, കുറയ്ക്കണമെന്നുള്ളവർക്ക് കുറയ്ക്കാം. 45 ഇഞ്ച് മുതൽ 50 ഇഞ്ച് വരെ ബ്രസ്റ്റിൻ്റെ സൈസ് ഉള്ളവർക്ക് 7 ഇഞ്ചായിരിക്കും നെക്കിൻ്റെ വിഡ്ത്ത്. അത് കൂട്ടണമെന്നുള്ളത് കൂട്ടാം, കുറയ്ക്കണം. ഇത് മീഡിയമാണ് പറയുന്നത്, നോർമലായിട്ട് നിൽക്കേണ്ട ആൾക്കാരുടെ ആയി പറയുന്നത്. അപ്പം നമ്മുടെ ഇവിടുത്തെ എൻ്റെ ബ്രസ്റ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഈ 35നും 40നും ഇടയ്ക്കാണ്. 37 ഇഞ്ച് തന്നെ എൻ്റെ ബ്രസ്റ്റിൻ്റെ സൈസ്. അപ്പോൾ 6 ഇഞ്ചായിരിക്കും നെക്ക് വിട്ട്. അപ്പോൾ 6ൻ്റെ ഹാഫ് എടുക്കണം. ഹാഫ് എന്ന് പറയുമ്പോൾ 3 ഇഞ്ച്. പക്ഷേ 3 ഇഞ്ച് തന്നെ നമ്മളിട്ട് വെട്ടരുത്. 3 ഇഞ്ച് തന്നെ നമ്മളിട്ട് വെട്ടിക്കഴിഞ്ഞാൽ നെക്ക് ഇച്ചിരി വൈഡായിപ്പോവും. അപ്പോൾ നമ്മൾ 3ൻ്റെ അവിടുന്ന് 4 ഇഞ്ച് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് 2.25 കിട്ടും. ഇതായിരിക്കും നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത്. അപ്പം ഞാൻ നെക്കിൻ്റെ വിഡ്ത്ത് 2.25 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നെക്കിൻ്റെ ലെങ്ത് നമുക്കിഷ്ടമുള്ളത്ര എടുക്കാം. 8.5 വേണ്ടവർക്ക് 8.5 എടുക്കാം, 9 വേണ്ടവർക്ക് 9 എടുക്കാം, എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇപ്പം ഞാനിവിടെ 9 എടുക്കുന്നത്. 9 ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത് എടുക്കുവാണ്. ഇവിടെ അതേപോലെ ഇച്ചിരി വൈഡ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ കൊടുക്കാം. ഇപ്പം 2.25 തന്നെ കൊടുക്കണമെന്നില്ല, 3 ഇഞ്ച് കൊടുക്കാം. ഞാൻ പക്ഷേ ഇവിടെ 2.25 തന്നെ കറക്റ്റ് കൊടുക്കുവാണ്. എന്നിട്ട് ഇതൊരു ബോക്സ് പോലെ ഒന്ന് വരയ്ക്കും. എന്നിട്ട് നമ്മുടെ ആം ഹോൾ കർവ് എടുത്തിട്ട് ഇങ്ങനെ വെക്കാം. ഇങ്ങനെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് നല്ലതായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. കൈകൊണ്ട് വരയ്ക്കാൻ അറിയാൻ വയ്യാത്തവർക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ കൈകൊണ്ട് വരച്ചാൽ ഷേപ്പ് കിട്ടണമെന്നുള്ളവർക്ക് ഇതെല്ലാ ഭാഗവും പറ്റും കേട്ടോ. നല്ല
വൈഡാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം. ഈ ആം ഹോൾ കർവ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ വേണേലും വരയ്ക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് വൈഡ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബാക്ക് പാർട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തിൽ നമുക്കിവിടെ ഒരു ടക്ക് കൂടെ വേണമെന്ന് വെച്ചാൽ, ചിലവർക്ക് ടക്ക് കൂടെ വേണം. ആ ടക്കിനാണെങ്കിൽ ഒരു അര ഇഞ്ചും കൂടെ, അര ഇഞ്ച് ഇടുന്നവർക്കാണെങ്കിൽ അര ഇഞ്ച് കൂടെ കൂട്ടി കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ടക്ക് കൂടെ ഇടാം. അത് ടക്ക് ഇനി അടുത്ത വേറെ ഒരു ബ്ലൗസ് തയ്ക്കുമ്പോൾ ഞാൻ ടക്ക് കൂടെ ഇട്ട് കാണിക്കാമേ. ഇതിപ്പോൾ ടക്കില്ലാത്ത ബ്ലൗസാണ് ബാക്കിൽ. ഇതിപ്പോൾ നമ്മൾ ഇത്രയും നേരം ഇങ്ങനെയായിരുന്നു തുണി വെട്ടി, ഇവിടെ നിന്നായിരുന്നു നമ്മൾ ബാക്ക് എടുത്തത്. ഇനി ഇത് നമ്മുടെ ഫ്രണ്ടാണ് വെട്ടാൻ പോകുന്നത്. നമ്മൾ ഈ തുണി ഇപ്പോൾ നമ്മുടെ ഇവിടെ എൻ്റെ ഭാഗത്ത് ഫോൾഡ് ഉള്ള ഭാഗമായിരുന്നു വന്നേ. ഇനി എൻ്റെ ഭാഗത്ത് ഫോൾഡ് ഇല്ലാത്ത ഭാഗം വരണം. അപ്പം ഞാൻ തിരിച്ചിടുക. അപ്പോൾ അപ്പുറം വശം ഫോൾഡ് ഉള്ളതുമായി, ഇപ്പുറം എൻ്റെ ഭാഗം ഫോൾഡ് ഇല്ലാത്തതുമായി. എന്നിട്ട് നമ്മളിങ്ങനെ ഇട്ടു. ഇനി എന്നിട്ട് ഞാൻ ബാക്ക് പാർട്ട് ഇടുവാണേ. ഇതിപ്പം ക്രോസായിട്ട് അങ്ങ് ഇട്ടാൽ മതി. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ടായിപ്പോൾ. ഇതിപ്പം ക്രോസായിട്ട് ഇട്ടങ്ങ് വെട്ടിയാൽ മതി. എന്നിട്ട് നമ്മൾ ഈ ബാക്ക് വശം വെച്ചല്ലോ, ആ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കും. ഇങ്ങനൊരു ലൈൻ കൊടുത്തു. ആ ലൈനിൻ്റെ 4 ഇഞ്ച് ആകാവേ. 4 ഇഞ്ച് തന്നെ ആ ബാക്ക് പാർട്ട് ഇട്ടതിൻ്റെ അവിടെ നിന്ന് 4 ഇഞ്ച് വെച്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്യണം. 4 ഇഞ്ച് നമ്മൾ ഇത് വെച്ചിട്ട് തന്നെ നമ്മുടെ നെക്കൊന്ന് മാർക്ക് ചെയ്യണം. ഷോൾഡർ, ആം ഹോൾ മാർക്ക് ചെയ്യുക. ഇതെല്ലാം കറക്റ്റ് നമ്മളിതേപോലെ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത് നമ്മുടെ കഴുത്തിൻ്റെ എല്ലാം ഒന്ന് മാർക്ക് ചെയ്യണം. ഇനി എന്നിട്ട് നമ്മൾ ഈ തുണി ഇനി മാറ്റിയിട്ട് നമ്മുടെ ഷോൾഡർ ആം ഹോളിൻ്റെ ലൈന് എത്രയായിരുന്നു? ആം ഹോളിൻ്റെ ലൈന് നമുക്ക് 5 ആയിരുന്നു. നമ്മുടെ 5 ആയിരുന്നു. അത് നമുക്കങ്ങ് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്നൊരു 3/4 ഇഞ്ച് നമ്മളിങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്യണം. നമ്മളിത് ഫ്രണ്ട് ആം ഹോൾ വരയ്ക്കാൻ വേണ്ടിയാണ് 3/4 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ഇനി ഇതിൻ്റെ ഹാഫ് എടുക്കണം. 3/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഹാഫ് അങ്ങ് എടുക്കണം. ഹാഫ് എടുത്തിട്ട് നമ്മൾ ഫ്രണ്ട് ആം ഹോൾ വരച്ചതുപോലെ നമ്മൾ ആം ഹോൾ കർവ് വെച്ച് വരയ്ക്കണം. ഇതിൻ്റെ ഹാഫ് എടുത്തു. എന്നിട്ട് ഫ്രണ്ട് ആം ഹോൾ വരച്ചതുപോലെ നമ്മളങ്ങ് വരയ്ക്കണം. ഇത്രയും നമ്മൾ കുഴിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് അടുത്തത് വേണ്ടത് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്. എൻ്റെ ഇവിടുത്തെ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത് 6.5 ഞാൻ എടുത്തേക്കുന്നത്. 6.5 ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത്. എന്നിട്ട് അവിടെ ഒന്ന് ചെക്ക് ചെയ്യണം, 2.75 തന്നെ കറക്റ്റ് നെക്ക് വിട്ടുണ്ടോ, അല്ലെങ്കിൽ നെക്ക് മാർക്ക്. എന്നിട്ട് 2.75 മാർക്ക് ചെയ്തു. അവിടെ നമ്മൾ ആം ഹോൾ കർവ് ഉപയോഗിച്ച് നമ്മുടെ നെക്കൊന്ന് മാർക്ക് ചെയ്യണം, നെക്കൊന്ന് ഷേപ്പ് ചെയ്യണം. അങ്ങനെ നെക്കൊന്ന് ഷേപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് പിന്നെ ബാക്കി പീസ് വെച്ചിട്ടുള്ളതാണ്. ഇനി എന്നിട്ട് താഴോട്ട് നമ്മളൊരു 4 ഇഞ്ചും കൂടെ ഉണ്ട്. നമ്മുടെ 4 ഇഞ്ചിൻ്റെ നമ്മുടെ ഇതും കൂടെ ഉണ്ട്. നമ്മുടെ തയ്യൽ തുമ്പും വേണ്ടേ. എന്നിട്ട് ബ്രസ്റ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 10.5 ഇഞ്ച്. 10.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടെ ഒരു ലൈൻ അങ്ങ്
വരച്ചു. എന്നിട്ട് ഈ ബ്രസ്റ്റിന് വണ്ണം, ഈ ബ്രസ്റ്റിൻ്റെ വിട്ട് എൻ്റേത് 3.25 3.25 ഇഞ്ച് ബ്രസ്റ്റിൻ്റെ വിട്ടും മാർക്ക് ചെയ്യും. ഇത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മൾ 4 ഇഞ്ചും കൂടെ കൂട്ടുമ്പോൾ 4 ഇഞ്ച് കിട്ടും. ബ്രസ്റ്റിൻ്റെ വണ്ണം 3.25. ഈ ബ്രസ്റ്റിൻ്റെ വണ്ണമെന്ന് ഞാൻ പറഞ്ഞത് ചിലവർ പറയുന്നത് ഇതിന് ചെസ്റ്റ് വിട്ടെന്ന് പറയും. അല്ലെങ്കിൽ മനസ്സിലാകാൻ വേണ്ടി നമ്മൾ ഒരു നിബിളിൽ നിന്ന് മറ്റേ നിബിൾ വരെയുള്ള പോയിൻറ്റിൻ്റെ വിട്ടാണ് ഞാനീ പറഞ്ഞത്. അത് ഓരോരുത്തരും ഓരോ രീതിയിൽ പറയും. ഇനി എന്നിട്ട് നമ്മൾ താഴേക്ക് ടക്ക് എന്നിട്ട് ലെങ്ത് എടുക്കണം. ഈ ടക്കിൻ്റെ ലെങ്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്തു. നമ്മുടെ ടക്കിൻ്റെ ലെങ്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്തു. അതപ്പോൾ നമ്മൾ നേരെ സ്ട്രേറ്റ് ആയിട്ടങ്ങ് വരയ്ക്കും. 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഈ ടക്കിൻ്റെ വീതി കിട്ടാൻ ഒരു കാര്യം ചെയ്യണം. നമ്മൾ ആ ടക്കിൻ്റെ വീതി പറയുന്നതിന് മുമ്പ് നമ്മുടെ ഇവിടുത്തെ ബ്രസ്റ്റിൻ്റെ വണ്ണം കാണണം. ഇവിടുത്തെ എൻ്റെ ചെസ്റ്റിൻ്റെ അതേ വണ്ണം തന്നെയാണ് ബ്രസ്റ്റിനുള്ളത്. അപ്പോൾ ബ്രസ്റ്റിൻ്റെ വണ്ണമെന്ന് പറയുന്നത് മൊത്തത്തിൽ 37 ഇഞ്ച്. അതിൻ്റെ 4 പറഞ്ഞാൽ 9.25. 9.25ൻ്റെ കൂടെ 1/2 ഇഞ്ച് നമ്മൾ ലൂസും കൂടെ കൂട്ടുമ്പോൾ 9.25. ഈ 9.25 നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്യരുത്. നമ്മുടെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ ഈ ഇവിടുത്തെ ബ്രസ്റ്റിൻ്റെ വണ്ണം കൊടുക്കാൻ. അതിന് നമ്മൾ ബാക്ക് പാർട്ട് എടുക്കുക. ബാക്ക് പാർട്ട് എടുത്തിട്ട് ആദ്യം എൻ്റെ ഷോൾഡറിൽ നിന്ന് പിന്നെ ടക്ക് വരെയുള്ള ആ ലെങ്ത് എടുക്കുക. അത് 10.5 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ 10.5 ഇഞ്ചിൻ്റെ വണ്ണം ഒന്ന് എടുത്ത് നോക്കണം. ഇപ്പോൾ ഇവിടെ എനിക്ക് കറക്റ്റ് വണ്ണം കിട്ടിയിട്ടുണ്ട് 8.25. 8.25 അവിടെ വരേണ്ടത് 9.25 വരണം. ഇവിടെ എനിക്ക് 9.25 എൻ്റെ ഇവിടുത്തെ ബ്രസ്റ്റിൻ്റെ വണ്ണം വരേണ്ടത്. പക്ഷേ ഇവിടെ എനിക്ക് 8.25 ഉള്ളൂ. അപ്പോൾ 1 ഇഞ്ച് ഞാൻ ഫ്രണ്ടിൽ കൂട്ടണം. മനസ്സിലായോ? ബ്രസ്റ്റിൻ്റെ വണ്ണം നമ്മൾ 37 ഫുള്ള്. അതിൻ്റെ 4 പറയുമ്പോൾ 9.25. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടെ കൂട്ടുമ്പോൾ 9.25 ഫ്രണ്ടിലും വരണം ബാക്കിലും വരണം. പക്ഷേ നമ്മുടെ ഫ്രണ്ട് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് കുറവായിരിക്കും. ഇവിടെ കറക്റ്റ് 8.25 ഉള്ളൂ. 9.25 ഇവിടെ എനിക്ക് വേണ്ടത്. ബാക്കി നോക്കുമ്പോൾ ഇവിടെ കറക്റ്റ് 9.25 എനിക്ക് വേണ്ടത്. പക്ഷേ ഇത് ബാക്കി നമ്മളൊന്ന് ചെക്ക് ചെയ്താൽ നോക്കിയാൽ മതി. 8.25. ചിലർക്ക് 1/2 ഇഞ്ചായിരിക്കും കുറവ്, ചിലർക്ക് 1 ഇഞ്ച് കുറവ് കാണും, ചിലർക്ക് 1.5 ഇഞ്ച് കുറവ് കാണും. അത് നോക്കണം. നോക്കിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബ്രസ്റ്റിൻ്റെ അവിടെ ഭയങ്കരമായിട്ട് പിടുത്തം വരും. ടക്കെല്ലാം കൂടെ ഭയങ്കരമായിട്ട് അങ്ങ് പിടുത്തവും ടൈറ്റ്നെസ്സും ഒക്കെ വരും. അപ്പോൾ ഇതൊന്ന് നോക്കണേ. 8.25. അപ്പോൾ 8.25 കൂടെ 9.25 എന്ന് പറയുമ്പോൾ 1 ഇഞ്ചും കൂടെ ലൂസ് വേണം, എക്സ്ട്രാ വേണം. അപ്പം ആ 1 ഇഞ്ച് നമ്മുടെ ഫ്രണ്ടിനകത്ത് നമ്മൾ ആഡ് ചെയ്യണം. ഇവിടെ 9.25 ഇപ്പോൾ എനിക്ക് വേണ്ടത്. 9.25 കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടി 10.25 മാർക്ക് ചെയ്യണം. ബാക്കിൻ്റെ 1 ഇഞ്ചും ഫ്രണ്ടിൻ്റെ 9.25 കൂടെ കൂട്ടി 10.25. കറക്റ്റ് 10.25 മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം തന്നെ ബ്രസ്റ്റ് വന്നത് എനിക്ക് ഇവിടെയാണ്. അപ്പം ഇങ്ങനെയാണ് വേണ്ടത്. അതേപോലെ നമ്മുടെ ഇവിടുത്തെ ചെസ്റ്റും കൂടെ ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പം നമ്മുടെ ഇതിനകത്തിൽ ഈ ഫ്രണ്ട് ഭാഗത്തിൻ്റെ മണ്ടയിൽ നമ്മുടെ ബാക്ക് ഭാഗം വന്നപ്പോൾ നമ്മൾ ഇവിടെ ആയിരുന്നു മാർക്ക് ചെയ്തത്. അവിടെ നിന്ന് നമ്മൾ 1.5 ഇഞ്ച് ഇങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്തേക്കണേ. ഞാൻ ഈ മാർക്ക് ചെയ്തത് കാണിച്ചില്ല. നമ്മുടെ ഇവിടെ വരെയായിരുന്നു നമ്മുടെ ബ്ലൗസ് നമ്മൾ വെച്ചിരുന്ന് നമ്മൾ ആംഹോളൊക്കെ മാർക്ക് ചെയ്ത് ഇവിടെ വരെയായിരുന്നു. അപ്പോൾ എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഇതങ്ങനെ അറ്റവാണ് ബ്ലൗസിൻ്റെ. എന്നിട്ട് അത് 1.5 ഇഞ്ച് നമ്മൾ ഇവിടെ വരെയാണ് നമ്മുടെ ചെസ്റ്റ്. ഇത് നമ്മൾ എടുത്ത ബ്രസ്റ്റിൽ നിന്ന് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. എന്നിട്ട് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടു. അത്രയേ ഉള്ളൂ അതിനകത്തിൽ. എന്നിട്ട് ഇതെല്ലാം കൂടെ ജോയിൻ്റ് ചെയ്ത് ഒരു വര അങ്ങ് വരയ്ക്കുക. എന്നിട്ട് ഈ തയ്യൽ തുമ്പും കണക്ട് ചെയ്ത് നമുക്ക് വരയ്ക്കണം. കറക്റ്റ് തയ്യൽ തുമ്പ് കണക്ട് ചെയ്യണേ.
കണക്ട് ചെയ്ത് ഒരു വര വരയ്ക്കണം. ഇപ്പം കണ്ടോ, ഇപ്പം ഇങ്ങനെയാണ്. ഇനി എന്നിട്ട് നമുക്ക് ഈ ടക്കിന് വീതി കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ടക്കിൻ്റെ വീതി കൊടുക്കാൻ, അപ്പം നമ്മുടെ ഇവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് 10.75. ഇവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് 11 ഒരു പോയിൻ്റുണ്ട്. അപ്പം ഈ വണ്ണമാണോ നോക്കിയിട്ട് കൂടുതൽ എവിടെയാണെന്ന് വെച്ചാൽ അതെടുക്കണം. ഞാനിപ്പം ഈ വണ്ണം എടുക്കുക. ഇത് 11 ഈ വണ്ണം. ഈ വണ്ണത്തിൽ നിന്ന് നമ്മുടെ വേസ്റ്റിൻ്റെ വണ്ണം എത്രയാണെന്ന് വെച്ചാൽ അതങ്ങ് കുറയ്ക്കണം. 11 നിന്ന് വേസ്റ്റിൻ്റെ വണ്ണം എന്ന് പറഞ്ഞാൽ 8 കുറയ്ക്കുമ്പം അപ്പോൾ നമ്മുടെ വേസ്റ്റിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 8 ഇഞ്ചല്ലേ. ആ 8 ഇഞ്ച് കുറയ്ക്കുമ്പോൾ 3 ഇഞ്ച് കിട്ടും. ആ 3 ഇഞ്ച് ഞാനൊന്ന് എഴുതി കാണിക്കാം. നമ്മൾ അതിലേത് വണ്ണമാണോ കൂടുതൽ വണ്ണം എടുത്തത് ആ വണ്ണം എന്ന് പറയുന്നത് 11. നമുക്ക് 10.75 ഉള്ളൂ. കൂടുതലുള്ളത് എടുക്കണം. 11 എടുത്തു. എൻ്റെ വേസ്റ്റിൻ്റെ 4/1 എന്ന് പറയുന്നത് 8 ഇഞ്ച്. ആ 11-ന് 8 പോകുമ്പോൾ 3 ഇഞ്ച് കിട്ടി. ഈ 3-നെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ടക്ക് രണ്ടിടത്തോട്ട് നമ്മൾ മാർക്ക് ചെയ്യണ്ടേ. 2ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1.5 ഇഞ്ച് ടക്കിൻ്റെ വീതി വരും ഒരു ഭാഗത്തെ. അപ്പം നമുക്കിതൊന്ന് മാർക്ക് ചെയ്യാം. 1.5 ഇഞ്ച് അങ്ങോട്ടും 1.5 ഇഞ്ച് ഇങ്ങോട്ടും മാർക്ക് ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടെ നോക്കുവാണെങ്കിൽ കറക്റ്റ് 1.5 ആണോ എന്ന് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇത് സെൻട്രൽ ഭാഗവുമായിട്ട് ഒന്ന് യോജിപ്പിക്കാം. എന്നിട്ട് നമുക്കിവിടെ ഒരു ഷേപ്പ് വരും. ബ്ലൗസിന് ഇങ്ങനെ ഒരു വള്ളം പോലൊരു ഷേപ്പ് വരും. ആ ഷേപ്പ് വരുന്നതിന് ഒരു ചെറിയൊരു കാൽക്കുലേഷനാണ്. നമ്മൾ ഈ എടുത്ത പടിയുടെ നീളം എത്രയാണ്? 3 ഇഞ്ച്. അപ്പം ഞാൻ ആ 3 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യും. ആ 3 ഇഞ്ചിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1.5 ഇഞ്ച് കിട്ടും. ആ 1.5 ഇഞ്ചിനെ മൈനസ് ചെയ്യണം. കാലും കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ 1.25 കിട്ടും. 1.25 കാല് വരെ 1.5, അപ്പോൾ 1.25 കിട്ടും. എന്നിട്ട് ഈ 1.25 2 സൈഡിലേക്കും മാർക്ക് ചെയ്യണം. ഈ 1.25 ഇവിടെയും മാർക്ക് ചെയ്യണം. അതേപോലെ 1.25 ഇവിടെയും മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ആം ഹോളിൻ്റെ കർവ് എടുത്തിട്ടോ എങ്ങനെ വേണേലും കൈ കൊണ്ട് വരയ്ക്കാവുന്നവർക്ക് കൈ കൊണ്ട് വരയ്ക്കണം. എന്നിട്ട് ഇതങ്ങ് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അത്രയേ ഉള്ളൂ. കണ്ടോ, ഇവിടെ ഷേപ്പ് ചെയ്യണം. ഇവിടെ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്യണം. അപ്പം നമ്മുടെ ഫ്രണ്ടിലെ ഡാട്ട് വരെയുള്ള കട്ടിങ് കിട്ടി. ഇനി എന്നിട്ട് നമ്മുടെ ഈ പോയിന്റിൽ നിന്നാണ് നമ്മുടെ സൈഡിലോട്ടുള്ള ഡാട്ട് വരുന്നത്. അത് 1.25 ഇഞ്ച് അല്ലെ 1.5 ഇഞ്ച് ഡിസ്റ്റൻസിൽ നമുക്ക് വരണം. ഇപ്പം ഞാനിവിടെ 1.25 ഇഞ്ച് ഡിസ്റ്റൻസാണ് ഇവിടെ കൊടുക്കുന്നത്. 1.25 ഇഞ്ച് ഡിസ്റ്റൻസിൽ 1/4 ഇഞ്ച് ടക്ക് വരും. 1/4 ഇഞ്ച് ഇങ്ങോട്ടും 1/4 ഇഞ്ച് ഇങ്ങോട്ടും. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വരച്ചാൽ മതി. അതേപോലെ ഇനി നമുക്ക് ആം ഹോളിൻ്റെ അവിടോട്ടൊരു ടക്കുണ്ട്. ഇതിൽ 1/4 ഇഞ്ച് വേണേൽ നമുക്കിതങ്ങ് മാർക്ക് ചെയ്യാം. 1/4 ഇഞ്ച് ഇങ്ങോട്ടും 1/4 ഇഞ്ച് ഇങ്ങോട്ടും മാർക്ക് ചെയ്തു. അതേപോലെ ആം ഹോളിൻ്റെ അവിടോട്ടുണ്ട്. ആം ഹോളിൻ്റെ ടക്ക് മാർക്ക് ചെയ്യുമ്പോൾ ഈ ആം ഹോളും ഇതും കൂടെ കണക്ട് ചെയ്ത് വേണം നമ്മൾ ബാക്കിലെ, ഫ്രണ്ടിലെ അല്ല ബാക്കിലെ ഈ മെയിൻ ടക്കുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് വരയ്ക്കണം. എന്നും പറഞ്ഞ് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ വരയ്ക്കരുത്. ഇച്ചിരി ഇങ്ങോട്ട് മാറ്റി വേണം വരയ്ക്കാൻ. ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2 ഇഞ്ചാണ്. 2 ഇഞ്ച് ഡിസ്റ്റൻസിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്യണം. ഇങ്ങനെ
അങ്ങനെ നമ്മൾ ടക്കും മാർക്ക് ചെയ്തിട്ടുണ്ട്. 3 ഡാട്ടും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പടിയും കൂടെ കട്ട് ചെയ്യാം. നമ്മളിതിൻ്റെ പടി കട്ട് ചെയ്യാൻ പോവാണ്. അതിനു മുമ്പ് നമുക്ക് ആ പടി കട്ട് ചെയ്യാൻ 2 അളവുകൾ വേണം. നമ്മുടെ ബാക്ക് പാർട്ട് എടുക്കുക. ഈ ബാക്ക് പാർട്ടിൻ്റെ സൈഡ് നമുക്ക് എത്രയാണോ ലെങ്ത് കിട്ടിയിരിക്കുന്നതെന്ന് നോക്കാം. ഫോൾഡ് ഉള്ളത് വല്ല ഓപ്പൺ സൈഡ് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ടെന്ന് നോക്കണം. 9.5 ഇഞ്ച് കണ്ടോ, 9.5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെയും കൂടെ നോക്കണം. ഫ്രണ്ടിൻ്റെ നമുക്ക് 7.5 ഇഞ്ച് കിട്ടുന്നുണ്ട്. 9.5-ൽ നിന്ന് 7.5 ഇഞ്ച് കുറയ്ക്കണം. അപ്പോൾ എത്ര കിട്ടും? നമുക്ക് 2 ഇഞ്ച് കിട്ടും. ആ 2 ഇഞ്ച് കിട്ടുമല്ലോ. ആ 2 ഇഞ്ചിനൂടെ 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പൂടെ കൂട്ടിയിട്ട് 2.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം. ഈ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ മേപ്പോട്ട് വരച്ച ആ ലൈനാണ്. ഇവിടുന്ന് നമ്മുടെ ചെസ്റ്റ് അങ്ങ് മാർക്ക് ചെയ്യുക. ചെസ്റ്റ് എന്ന് പറഞ്ഞോ വേസ്റ്റ് അങ്ങ് മാർക്ക് ചെയ്യുക. ഇവിടുന്ന് എൻ്റെ വേസ്റ്റ് എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്. 8 ഇഞ്ച് ഞാനങ്ങ് മാർക്ക് ചെയ്യും. ഇപ്പോൾ 8 ഇഞ്ച് മാർക്ക് ചെയ്തതിൽ 8 ഇഞ്ച് ഞാൻ ഇങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്തതേ ഉള്ളൂ. ഇന്ന സ്ഥലമൊന്നുമില്ല. എന്നിട്ട് ഇത് നേരെ മാർക്ക് ചെയ്ത് ഇച്ചിരി ചരിച്ചിട്ട് ഈ 8 ഇഞ്ചിൽ നിന്ന് എത്ര കിട്ടി? നമുക്ക് 2.5 കിട്ടിയില്ലേ? ഈ 2.5 നമുക്ക് ഈ മാർക്കിങ്ങിൻ്റെ അവിടുന്ന് 2.5 നമുക്ക് ഇച്ചിരി ചരിച്ചിട്ട് നമുക്ക് 2.5 എവിടെ കിട്ടുന്നോ അതങ്ങ് മാർക്ക് ചെയ്യും. 2.5 മാർക്ക് ചെയ്യും. എവിടെ കിട്ടുന്നോ അവിടെ അങ്ങ് മാർക്ക് ചെയ്യും. എന്നിട്ട് ആ ലൈന് ഇങ്ങനെ വരയ്ക്കുക. കണ്ടോ, ചരിച്ച് വരുമ്പോൾ ഇവിടെ നമുക്ക് 2.5 കിട്ടും. ഇവിടുന്ന് ചരിച്ച് 2.5 നമുക്ക് എങ്ങോട്ട് കിട്ടുന്നത് നമുക്ക് നോക്കിയാൽ മതി. അല്ലെങ്കിൽ പിന്നെ ഇവിടുന്നൊരു 2.5 ഏകദേശം നമുക്ക് 8 ഇഞ്ച് ഇവിടെ അല്ലേ വരുന്നത്. അവിടുന്ന് നമ്മളൊന്ന് ചരിച്ച് നോക്കിയാൽ മതി. ഏകദേശം നമുക്കറിയാമല്ലോ 8 ഇഞ്ച് ഇവിടെ വരുന്നത്. അവിടുന്ന് നമ്മൾ 2.5 ഇഞ്ചാണ് നമുക്ക് കിട്ടിയത്. ആ 2.5 ഇഞ്ചിലോട്ടൊന്ന് ചരിച്ചൊന്ന് മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ എന്നിട്ട് ഇവിടെ പടി കിട്ടും. എന്നിട്ട് ഈ പടിക്ക് നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടണം. അപ്പം നമ്മുടെ പടിയും കിട്ടി. പടി കിട്ടി, നമ്മുടെ ഫ്രണ്ടും എല്ലാം കിട്ടിയിട്ടുണ്ടേ. ആദ്യം ഞാനിതിനകത്ത് ഈ പടി അങ്ങ് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഈ പടി കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ഇവിടുന്ന് നമ്മൾ ഈ 1/4 ഇഞ്ച് ഉണ്ടല്ലോ, ഈ 1/4 ഇഞ്ച് ഇവിടുന്ന് വന്നിട്ട് ഈ 1/4 ഇഞ്ചിലോട്ട് കയറ്റി നമുക്കൊന്ന് മാർക്ക് ചെയ്യണം. ഇങ്ങനെ ചരിച്ച് ഈ 1/4 ഇഞ്ച് നമ്മൾ വിട്ടേക്കുന്നതാണല്ലോ. ഈ 1/4 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് താഴത്തെ അങ്ങേയറ്റത്തോട്ടൊന്ന് ചരിച്ചൊന്ന് മാർക്ക് ചെയ്യുക. അങ്ങനെ തന്നെ നമ്മളൊന്ന് കട്ട് ചെയ്യാം. നമ്മൾ പടി അങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ട് പാർട്ട് വെട്ടിയെടുക്കണം. അങ്ങനെ ഇനി നമുക്കിതിൻ്റെ ഡാട്ടൊന്ന് അപ്പുറത്തെ ഭാഗത്തോട്ട് മാറ്റി കൊടുക്കാം. ഒരു ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്തു, അത് തന്നെ ഭാഗത്തോട്ട് വരാൻ വേണ്ടി അതിൻ്റെ മണ്ടയിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. മറ്റേ ഭാഗത്തോട്ട് ആയിക്കോളും. നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടില്ല. നമുക്കിനി സ്ലീവും കൂടെ കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ കട്ട് ചെയ്ത് കാണിക്കാം. എല്ലാം കൂടെ ഒരുമിച്ചാകുമ്പോൾ ഭയങ്കരമായിട്ട് ലെങ്തി ആയി പോവേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ സ്ലീവ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കൂടെ ഒരുമിച്ച് കാണിക്കാം. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കമൻറ്റും ചെയ്യുക. താങ്ക് യു.